നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്ന ഒരു വിഷയം ആത്മാക്കളെക്കുറിച്ചാണ്. അതായത് കൊച്ചുകുട്ടികൾ പ്രധാനമായിട്ടും ഗർഭാവസ്ഥയിൽ വെച്ച് മരണപ്പെട്ടു പോയാൽ ആ ആത്മാക്കൾ പ്രേതമായി മാറുന്നുണ്ടോ? ഒരുപാട് പേരുടെ സംശയമാണ്, പലരും ചോദിക്കാറുണ്ട്. ഒരുപാട് പേർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറയാം. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ഈ ഗർഭാവസ്ഥയിൽ അബോർഷൻ സംഭവിച്ചു പോകുന്ന കുട്ടികളുടെ ആത്മാക്കൾ അത് നമുക്ക് ദോഷകരമായി വരുന്നുണ്ടോ, പ്രേതങ്ങളാകുന്നുണ്ടോ? പലരുടെയും സംശയമാണ്, ഒരുപാട് പേരുടെ ചോദ്യമാണ്. അങ്ങനെ പലരും പറഞ്ഞ് ഇട്ട് എൻ്റെ അടുത്ത് വരുന്നുമുണ്ട്. അതായത് ഇപ്പം അവർക്ക് എന്തെങ്കിലും ഒരു ദോഷം വരുമ്പോൾ അത് നോക്കുമ്പോഴത്തേക്ക് ഗർഭാവസ്ഥയിൽ മരിച്ചു പോയിട്ടുള്ള ഒരു കുഞ്ഞാണെന്നും അത് പ്രേതമായി നിൽക്കുന്നെന്നും അവർക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നു എന്നുമൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ട് വിടുന്നുണ്ട്. അതായത് ഒരു സാധാരണ പ്രേതം കാണിക്കുന്ന എല്ലാ ചേഷ്ടകളും അല്ലെങ്കിൽ എല്ലാ ബുദ്ധിമുട്ടുകളും മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ ഗർഭാവസ്ഥയിൽ മരിച്ചു പോകുന്ന അതിനെക്കുറിച്ചാണ് വിശദമായിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രേതമായി മാറുന്നത്, അതായത് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഈ ആത്മാവാണ് പിന്നീട് ഒരു കാലത്ത് പ്രേതമായി മാറുന്നത്. അല്ലാതെ പ്രേതം എന്ന് പറയുന്ന ഒരു സംഭവം ഭൂമിയിൽ ഇല്ല, ഉത്ഭവിക്കുന്നില്ല. ഉണ്ടാകുന്നത് ഇപ്പം ഞാനിരിക്കുന്നു, എൻ്റെ ആത്മാവ് തന്നെ എൻ്റെ മരണത്തിന് ശേഷം ചില കാരണങ്ങളാൽ അത് പ്രേതാവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. പിതൃ അവസ്ഥയിലേക്ക് പോകേണ്ടത് ചില സന്ദർഭങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് അത് പ്രേതമായി മാറുന്നു. അതാണ് ഈ ഗോസ്റ്റ് എന്ന് പറയുന്നത്. എല്ലാ ഗോസ്റ്റും ഒരു കാലത്ത് ഒരു മനുഷ്യനായി ജീവിച്ചിരുന്നതാണ്. അതാണ് നമ്മൾ സത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇത് ഗോസ്റ്റായി മാറുന്നത്? ഇപ്പോൾ ഞാനിരിക്കുന്നു, എന്നെ തന്നെ ഉദാഹരണം പറയാം, നിങ്ങൾ ആരെയും പറയുന്നില്ല, എന്നെ ഉദാഹരണം പറയാം. അപ്പോൾ ഞാൻ മരിച്ചു പോയാൽ എൻ്റെ ആത്മാവ്, ഞാൻ ഇനി എത്ര തന്ത്രകർമ്മങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നാലും മരണപ്പെട്ടു പോയാൽ അതൊരു ആത്മാവ് തന്നെയാണ്. ആ ആത്മാവിന് പിന്നീടൊരു പ്രോസസ്സിങ് ഉണ്ട്. അതായത് ഞാൻ ജനിക്കുമ്പോൾ ആരായി തീരുമെന്നൊന്നും ഒരു പിടിയില്ല. പിന്നെ ജീവിതത്തിൽ നമ്മൾ നമ്മുടേതായ ഒരു സ്വഭാവത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ നടത്തി വരുമ്പോഴാണ് നമ്മൾ ചിലപ്പോൾ എന്നെപ്പോലൊരു ഒരു ആളായി മാറുന്നതോ, ഒരു ആശാരിയായി മാറുന്നതോ, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി മാറുന്നതോ, ഡോക്ടറോ എഞ്ചിനീയറോ അതുപോലെ ശാസ്ത്രജ്ഞനോ മന്ത്രിമാരോ സിനിമാ നടന്മാരോ ഒക്കെ ആയി മാറുന്നത് പിന്നീടാണ്. ജനിക്കുമ്പോൾ ആർക്കും ഒന്നും അറിയാൻ പറ്റില്ല. അതായത് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം എങ്ങനെ നമ്മൾ ആ ആളിനെ ക്യാരക്ടറിനെ തയ്യാറാക്കിയെടുക്കുന്നു അതനുസരിച്ച് അത് മാറി വരുന്നു. അപ്പോൾ അത് അങ്ങനെ മാറ്റിയെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പം ഡോക്ടറൊക്കെ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ വളരെ കഷ്ടപ്പാടാണ്. അതുപോലെ തന്നെയാണ് സിനിമാ നടനാകണമെങ്കിലോ ഗായകനാകണമെങ്കിലോ ഒക്കെ ഒരുപാട് പരിശ്രമിച്ചാൽ അത് മുന്നോട്ട് പോകുള്ളൂ. അതുപോലെ തന്നെയാണ് ഒരു ആത്മാവ്. ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ ആ ആത്മാവിനെ നമ്മൾ പരുവപ്പെടുത്തി എടുക്കുന്ന രീതി അനുസരിച്ചിരിക്കും. പക്ഷെ അതിന് ആ രീതി വെച്ചാൽ ഒരു വർഷമേ ഉള്ളൂ, 365 ദിവസമേ നമുക്കതിൻ്റെ സമയമുള്ളൂ. ഈ സമയത്തിനുള്ളിൽ വേണം നമ്മൾ അതിന് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഒരു 365 ദിവസമേ ഇതിനുള്ളൂ. ആ 365 ദിവസം കൊണ്ട് ഈ ആത്മാവിനെ പ്രേതാവസ്ഥയിൽ നിന്നും പിതൃവായി മാറ്റണം. ഇല്ലെങ്കിൽ വീണ്ടും അത് പ്രേതമായി തന്നെ ശക്തമായിട്ടുള്ളൊരു പ്രേതാവസ്ഥയിലേക്ക് പോകും. പക്ഷേ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അങ്ങനെയല്ല. അവൻ ജനിച്ചു കഴിഞ്ഞാൽ അവനൊരു 10, 25, 30 വയസ്സിനുള്ളിലാണ് അവൻ ഏത് മേഖലയിലോട്ട് പോകുന്നു എന്ന് പോകാൻ സാധിക്കും. അത്രയും സമയം അവനുണ്ട്. ആ സമയം കൊണ്ട് രൂപാന്തരപ്പെട്ടു വന്നാൽ മതി. പക്ഷേ മരണപ്പെട്ടു പോയാൽ അങ്ങനെ ഒരു വർഷം 365 ദിവസമേ ഉള്ളൂ. ആ ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ബാക്കി ചടങ്ങുകൾ നമ്മൾ ജീവിച്ചിരിക്കുന്നവർ ചെയ്തു കൊടുത്താൽ അത് പിതൃവായി മാറുകയും പിന്നീട് ഒരിക്കലും നമുക്കൊരു ദോഷം, അതായത് ജീവിച്ചിരിക്കുന്ന ഒരാൾക്കും ഒരു ദോഷമുണ്ടാകില്ല എന്ന് മാത്രമല്ല, മറിച്ച് അത് നമുക്ക് ഒരുപാട് ഗുണകരമായിട്ട് മാറും. ഒരുപാട് സഹായങ്ങൾ കിട്ടും. പിതൃവിൻ്റെ സഹായമില്ലാതെ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് വിശ്വാസികളുടെ ഏറ്റവും ഉറച്ചൊരു വിശ്വാസം. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ നമ്മൾ പോയി പിതൃക്കൾ തർപ്പണം നടത്തി കൊടുക്കുന്നതിൻ്റെ കാര്യം. അവരെത്രത്തോളം, അതായത് പിതൃക്കൾ എത്രത്തോളം തൃപ്തരാകുന്നു അതനുസരിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിരന്തരം ആൾക്കാർ എല്ലാ വർഷവും ഇപ്പോഴും അത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം, അങ്ങനെ പോയി കർക്കിടകത്തിൽ പോയി ബലിയിട്ട് കൊടുക്കുന്നുണ്ട് അവർക്ക് ഗുണങ്ങളുള്ളത് കൊണ്ടാണേ. തീർച്ചയായിട്ടും ഗുണങ്ങളില്ലെങ്കിൽ പോലും പിതൃദോഷങ്ങൾ അവർക്ക് ഇല്ല എന്ന് ഉറപ്പിക്കുന്നതുകൊണ്ടാണ് എല്ലാ വർഷവും ആൾക്കാരിങ്ങനെ കൂടി വരുന്നത്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, ഗർഭാവസ്ഥയിൽ
വെച്ച് മരണപ്പെട്ടു പോവുകയോ അബോർഷൻ നടക്കുന്നതായിട്ടുള്ള ആത്മാവ് ഇതുപോലുള്ള പ്രേതങ്ങളായി മാറുമോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ പ്രേതത്തിൻ്റെ ഒരു രൂക്ഷത പറഞ്ഞത് ഇതുകൊണ്ടാണ്. അപ്പോൾ ഈ 365 ദിവസം കൊണ്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട പിതൃതർപ്പണങ്ങൾ കൃത്യമായി ചെയ്തില്ലെങ്കിൽ അവരെല്ലാം പ്രേതങ്ങളായി മാറും. പ്രേതങ്ങളായി മാറിക്കഴിഞ്ഞാൽ നമുക്കത് ഇപ്പോഴത്തെ പിതൃവായി മാറിയാൽ ഗുണമുണ്ടാകും എന്ന് പറയും പോലെ തന്നെ പിതൃവാകാതെ അവർ പ്രേതാവസ്ഥയിൽ തുടരുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് നമുക്ക് മുട്ടം പണികളായിരിക്കും കിട്ടുന്നത്. അതിന് ഒരു സംശയവും വേണ്ട. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ഗർഭാവസ്ഥയിൽ വെച്ചിട്ട് അങ്ങനെ മരണപ്പെട്ടു പോയാൽ അവർ പ്രേതങ്ങളാകുമോ എന്നുള്ളതാണ്. അങ്ങനെ പ്രേതങ്ങളാണെന്ന് സങ്കല്പിച്ച് പേടിച്ച് വിരണ്ടു വരുന്ന ഒരുപാട് പേര് ദിവസവും എൻ്റെ അടുത്ത് ആൾക്കാർ വിളിക്കുകയോ വരികയൊക്കെ ചെയ്യാറുണ്ട്. എൻ്റെ കുഞ്ഞിങ്ങനെ ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞ് വേണ്ടാന്ന് തോന്നി, അല്ലെങ്കിൽ അതിനെ കൊണ്ടുപോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ തന്നെ സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് അതിന് അംഗവൈകല്യം ഉണ്ടെന്നറിഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല കാരണങ്ങൾ പറഞ്ഞിട്ട് അബോർഷൻ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഗർഭാവസ്ഥയിലായാലും ജനിച്ചതിന് ശേഷമായാലും 10 വയസ്സ് കഴിഞ്ഞ് മരിക്കുന്ന ആ ആത്മാക്കൾ മാത്രമേ പ്രേതാവസ്ഥയിലേക്ക് പോകാറുള്ളൂ. ഒന്നുകൂടി പറയാം, ഗർഭാവസ്ഥയിൽ എന്നല്ല, ഭൂമിയിൽ ജനിച്ച് 10 വയസ്സ് തികയുന്നത് വരെ മരണപ്പെട്ടു പോയാൽ ആ ആത്മാക്കളൊന്നും ഒരിക്കലും പ്രേതങ്ങളായി മാറില്ല. അവരിൽ നിന്ന് നമുക്ക് ദോഷങ്ങൾ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുള്ള ഞാൻ പരിഹരിച്ചിട്ടുണ്ട്. പക്ഷേ ഒട്ടുമിക്കതും ഒരു ശല്യവും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുമെന്നുള്ളതാണ്. ചെറിയ പ്രശ്നങ്ങളുണ്ടാകും, അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറയാം. 10 വയസ്സിന് മേൽ മരിക്കുന്ന ആൾക്കാരാണ്, അവരുടെ ആത്മാക്കളാണ് പിന്നീട് പ്രേതങ്ങളായി മാറുന്നത്. അതും ഗർഭാവസ്ഥ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ 5.5 മാസത്തിന് ശേഷം അബോർഷൻ ആയാൽ മാത്രമേ അതും നമുക്കിങ്ങനെ ഒരു ചെറിയ ദോഷങ്ങളെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അതിന് മുന്നേ മരണപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ അബോർഷൻ ചെയ്താൽ അതിൽ 99.9% നമുക്ക് ദോഷങ്ങളാകാറില്ല. ഗർഭാവസ്ഥയിൽ 5.5 മാസത്തിന് ഉള്ളിൽ, അതായത് 5.5 മാസം ആകുമ്പോഴത്തേക്കാണ് ശരീരത്തിൻ്റെ പൂർണ്ണ വളർച്ച അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചിട്ട് ഈ ശിശുവിനുണ്ടാകുന്നത്. അതിനു മുമ്പ് പൂർണ്ണ വളർച്ചയില്ല, വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പൂർണ്ണ വളർച്ച വന്നതിന് ശേഷം സ്വാഭാവികമായി മരണപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം, അതൊരു കൊലപാതകം തന്നെയാണ്, അങ്ങനെ ചെയ്താലും അത് പിന്നീട് നമുക്ക് ചെറിയ ദോഷങ്ങൾ ഉണ്ടാക്കാം. എന്നാലും ഈ 10 വയസ്സിന് മേൽ മരണപ്പെട്ടു പോകുന്ന അവരുടെ ആത്മാക്കൾ ചെയ്യുന്ന അത്രയും കഠിനമായിട്ടുള്ള ദോഷങ്ങളൊന്നും ഈ കുട്ടികളെ കൊണ്ട് അല്ലെങ്കിൽ ഈ കൊച്ചാത്മാക്കളെ കൊണ്ട് ഉണ്ടാകാറില്ല. അപ്പോൾ അവരിൽ നിന്നും എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് എന്നുകൂടി ഞാൻ വിശദീകരിച്ച് പറയാം. അപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിനുള്ള 5.5 വയസ്സിന് മുന്നേ മരണപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ അബോർട്ട് ചെയ്താലോ എന്ന് നമുക്ക് 99.9% നമുക്ക് ദോഷങ്ങളായി വരാറില്ല എന്നുള്ളതാണ്. അതിനുശേഷം 10 വയസ്സിനുള്ളിൽ മരണപ്പെട്ടാലും, അതായത് ഗർഭാവസ്ഥയിൽ വെച്ച് 5.5 വയസ്സിന് ശേഷം പൂർണ്ണ വളർച്ച എത്തിയതിന് ശേഷം മരണപ്പെടുകയോ അബോർട്ട് ചെയ്യുകയോ ചെയ്താലും 10ാമത്തെ വയസ്സിൽ മരണപ്പെട്ടാലും ഈ ആത്മാക്കൾക്ക് ഒരേ ശക്തിയായിരിക്കും. പക്ഷെ അവർക്ക് മുതിർന്ന ആൾക്കാരെ ഒന്നും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ സാധിക്കില്ല. പക്ഷെ അവരുടെ പ്രസൻസ്, അവരുടെ സാന്നിധ്യം നമുക്ക് അറിയിപ്പിച്ച് തരും. അവർ വിഷമിക്കുകയാണെന്നും ആ വിഷമം നമ്മളിലേക്ക് നമ്മൾ പോലും അറിയാതെ വരികയൊക്കെ ചെയ്യും. അല്ലാതെ ഈ പറഞ്ഞെടുക്കുക നമ്മളെ പേടിപ്പിക്കാൻ എടുക്കാനൊന്നും വരില്ല. എപ്പോഴും നമുക്ക് ആ ഒരു കുഞ്ഞിനെക്കുറിച്ച് ആലോചിച്ച് വിഷമമുണ്ടായിരിക്കും. നഷ്ടപ്പെട്ടു പോയ ആ ഒരു കുഞ്ഞിനെക്കുറിച്ച് ആലോചിച്ച് എപ്പോഴും നമുക്ക് വിഷമമുണ്ടാകാം. നമ്മളെ വിഷമം മാറ്റണ്ടെന്ന് വിചാരിച്ചപ്പോലും നമുക്കത് ഒരുപാട് വിഷമങ്ങൾ നമ്മളറിയാതെ നമ്മൾ എപ്പോഴും ഇതിനാലോചിച്ചിരുന്ന കരയുന്ന ഒരവസ്ഥ ഉണ്ടാകാം. സ്വപ്നത്തിലോ അല്ലാതെയൊക്കെ ഇത് വന്ന് നമ്മളെ വിളിക്കുന്നതായിട്ടോ കരയുന്നതായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തായാലും ഈ ആൾ, അതായത് മരണപ്പെട്ടു പോയ ഈ ഒരു കുട്ടി വിഷമിച്ച് നിൽക്കുന്നതായിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് അനുഭവപ്പെടാം. ഗർഭാവസ്ഥയിലുള്ളതാണെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏതെങ്കിലും കുട്ടികൾ നമ്മളെ വന്ന് അടുത്തിരിക്കുന്നതായിട്ടോ അമ്മമാരുടെ മുലപ്പാൽ കുടിക്കുന്നതായിട്ടോ അത് കരയുന്നതായിട്ടോ ഒക്കെ നമുക്ക്, അതായത് എപ്പോഴും ഒരു കുട്ടി നമ്മളിൽ നിന്നും മുലപ്പാൽ അമ്മിഞ്ഞപ്പാൽ കുടിക്കുന്നതായിട്ടും അതുപോലെ ആ കുട്ടി എപ്പോഴും വിഷമിച്ച് കരുതുന്ന, ഒരിക്കലും ചിരിച്ച് സന്തോഷിച്ചിരിക്കുന്ന നമ്മൾ സ്വപ്നത്തിലോ അല്ലാതെ ഒന്നും നമ്മൾ കാണില്ല. അങ്ങനെയുള്ള അവസ്ഥകൾ ഈ ആ കുട്ടി ഏതെന്ന് അറിയാൻ പറ്റില്ല. നമ്മുടെ കുട്ടി നമ്മൾ കണ്ടിട്ടില്ലല്ലോ, ഒന്നും അറിയാൻ പറ്റാത്ത വിധത്തിൽ. പക്ഷേ പ്രസവത്തിന് ശേഷമാണെങ്കിൽ ആ കുട്ടിയെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതും ഇതേ അവസ്ഥ തന്നെയാണ് കാണിക്കുന്നത്. നമ്മളോട് വന്ന് ആഹാരം ചോദിക്കുകയോ വിഷമിച്ച് കരയുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൈകാലുകൾ തട്ടി മുറിഞ്ഞ് രക്തം ഒലിപ്പിച്ചുകൊണ്ട് വരുന്നതോ ഈ നെറ്റിയൊക്കെ ഒലിച്ചു വരുന്നതൊക്കെ മിക്കവാറും ആൾക്കാർ ഇങ്ങനെ കാണാറുണ്ട്. ഇതൊക്കെയാണ് അവർ കാണിക്കുന്ന ലക്ഷണങ്ങൾ. അല്ലാതെ ഒരിക്കലും നമ്മളെ ഭയപ്പെടുത്തുകയോ നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇങ്ങനെയാണ്. പിന്നെ ഇവർ ഉപദ്രവകാരിയായി ചില സന്ദർഭങ്ങളിൽ മാറാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു വീട്ടിൽ വെച്ചിട്ട് ഒരു കുട്ടി മരണപ്പെട്ടു പോയി, ഗർഭാവസ്ഥയിലോ അതിനുശേഷമോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ
പിന്നീട് ആ വീട്ടിൽ ഈ പ്രായത്തിലുള്ള കുട്ടികൾ വന്നാൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് നിർബന്ധ സ്വഭാവമോ എന്തോ കണ്ട് ഭയപ്പെട്ട് കരയുന്നത് പോലെയൊക്കെ തോന്നാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ആത്മാക്കളെ നമ്മൾ സംശയിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് മരണപ്പെട്ടു പോയാൽ ആ ഗർഭപാത്രത്തിൽ പിന്നീട് ജനിക്കുന്ന കുട്ടികൾക്കും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ അത് ജനിച്ചതിന് ശേഷം കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളോ കൂടുതലും നിർബന്ധ ബുദ്ധിയാണ്. എപ്പോഴും കരയും. കരഞ്ഞ് അതിൻ്റെ ശരീരം പോലും ശോഷിച്ചു പോകുന്ന അവസ്ഥയിലേക്കൊക്കെ വരാം. ഇതിന് നമ്മൾ പറയുന്നത് ആൺകുട്ടികളാണെങ്കിൽ ബാലചാവെന്നും പെൺകുട്ടികളാണെങ്കിൽ കന്യാചാവെന്നും പറയും. അപ്പം നിങ്ങൾ കേട്ട് കാണും, കന്യാവെന്നാണ് സാധാരണഗതി പറഞ്ഞത്. കന്യാവിൻ്റെ ദോഷമുണ്ട് എന്ന് പല ജ്യോത്സ്യന്മാരും പോറ്റിമാരും ഒക്കെ പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്. അത് ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ 10 വയസ്സിനുള്ളിൽ മരണപ്പെട്ടു, അത് ജനിച്ച് 10 വയസ്സിനുള്ളിൽ മരിച്ചാലും അത് പെൺകുട്ടികളാണെങ്കിൽ കന്യാചാവെന്നാണ് പറയുന്നത്. കന്യാചാവും ആൺകുട്ടികളാണെങ്കിൽ ബാലചാവും എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനെ ഒഴിവാക്കുന്നത് ഒരു പ്രേതാവസ്ഥയിൽ, അതായത് 10 വയസ്സിന് ശേഷം മരിച്ചു പോകുന്നവർ ആ ആത്മാക്കൾ പ്രേതമായി മാറിയാൽ അതിനെ ഒഴിപ്പിക്കുന്ന രീതിയിലൊന്നുമല്ല ഇതിനെ ഒഴിപ്പിക്കുന്നത്. വളരെ വ്യത്യസ്തമായ രീതിയിൽ ആണ് ഇതിനെ ഒഴിപ്പിക്കേണ്ടത്. ഇതിനെ ഒഴിപ്പിക്കുമ്പോൾ പൂർണ്ണമായും യക്ഷി അമ്മയുടെ, അതായത് യക്ഷി ദേവതാ സ്ഥാനം ഉള്ള യക്ഷി എന്ന് പറയുമ്പോൾ കള്ളിയങ്കാട്ട് നീലി അങ്ങനെയൊക്കെ പലരും ഉദ്ദേശിക്കുക. അങ്ങനെയല്ല. യക്ഷി എന്ന് പറഞ്ഞ ഒരു ദേവതയാണ്, സുന്ദരിയായ ഒരു ദേവതയാണ്. ആ ദേവതയുടെ പാദങ്ങളിലാണ് ഇങ്ങനെയുള്ള ആത്മാക്കളെ നമ്മൾ ആവാഹിക്കുന്നത്. അപ്പോൾ യക്ഷി എന്ന് കേൾക്കുമ്പോൾ വളരെ നമ്മൾ എല്ലാവർക്കും പേടിയാണ്. യക്ഷിയെ പോലെ നിൽക്കുന്നു, അല്ലെങ്കിൽ യക്ഷിയെ പിടിച്ചു എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ അത് ഈ ദുരാത്മാക്കളെ യക്ഷിയെന്ന് പറയാറുണ്ട്. പക്ഷേ യക്ഷിയമ്മ ദേവത എന്ന് പറഞ്ഞാൽ അത് കയ്യിൽ ഒരു ആയുധങ്ങളുമില്ല, 2 കൈകളാണ്. ഒരു കൈകളിൽ ദശപുഷ്പം, അതായത് സിദ്ധ ഔഷധമാണ്, അതിങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഒരു കൈ കൊണ്ട് എപ്പോഴും മുടി ഇങ്ങനെ തഴുകിക്കൊണ്ടിരിക്കുന്ന, അതായത് സൗന്ദര്യം എപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വെള്ള വസ്ത്രങ്ങൾ കൊടുത്ത് അതിസുന്ദരിയായിട്ടുള്ളൊരു രൂപമാണ് യക്ഷിയമ്മയ്ക്കുള്ളത്. പാൽപ്പായസമാണ് അമ്മയ്ക്ക് നേദ്യം. അതായത് കോഴിയോ ആടോ പോത്തോ അങ്ങനെയൊന്നും അല്ല, പാൽപ്പായസമാണ് അമ്മയ്ക്ക് നേദിക്കുന്നത്. അത്രയും സുന്ദരിയും സാത്വികമായിട്ടുള്ള എല്ലാ മാതാവിൻ്റെ സ്ഥാനത്ത് കാണുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുട്ടികളെ അമ്മയായി ആ ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് അമ്മയുടെ പാദങ്ങളിലാണ് ഇവർ നമ്മൾ സമർപ്പിക്കുന്നത്. മിക്കവാറും യക്ഷിയമ്മ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ കണ്ടിട്ടില്ലേ, ഊഞ്ഞാൽ, ചെറിയ പാവ, അതുപോലെ കൈവള, ചെറിയ കുപ്പിവളകൾ, കൺമഷി, ചാന്ത്, പൊട്ട്, ഇതൊക്കെ സമർപ്പിക്കുന്നത്. അത് ഈ കൊച്ചുകുട്ടിയുടെ ആത്മാവിന് വേണ്ടിയിട്ട് നമ്മൾ അമ്മയുടെ മുമ്പിൽ ക്ഷേത്രങ്ങളിൽ, യക്ഷിയമ്മ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇന്നത്തെ ചോദ്യം, കൊച്ചുകുട്ടികൾ, അതായത് അബോർഷൻ നടന്ന കുട്ടികളുടെ ആത്മാക്കൾ പ്രേതമാകാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അവരെ പ്രേതങ്ങളെന്ന് നമ്മൾ സംബോധന ചെയ്യാറില്ല. 10 വയസ്സിന് ശേഷം, ജനിച്ചു കഴിഞ്ഞും 10 വയസ്സിന് ശേഷം മരണപ്പെട്ടു പോകുന്ന ആൺകുട്ടിയാലും പ്രേതാവസ്ഥയിൽ നമ്മൾ കാണുന്നു, പിന്നീട് പ്രേതങ്ങളായി മാറുന്നത്. അതിന് താഴെ, അതായത് ഗർഭാവസ്ഥയിൽ 5.5 മാസത്തിന് ശേഷവും ജനിച്ച് 10 വയസ്സിനുള്ളിലും മരണപ്പെടുന്നതൊന്നും പ്രേതങ്ങളല്ല. അതായത് പെൺകുട്ടികളാണെങ്കിൽ കന്യാചാവെന്നും ആൺകുട്ടികളാണെങ്കിൽ ബാലചാവെന്നുമാണ് പറയുന്നത്. 2 പേരെയും ദോഷങ്ങൾ ഉണ്ടാകാറുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ദോഷങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് 10 വയസ്സിന് മേലാണ്. അതിന് മുൻപുള്ളത് മിക്കവാറും ദോഷങ്ങൾ ഉണ്ടാകാറില്ല. എന്നാൽ ചിലത് ദോഷങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരുപാട് എൻ്റെ അടുത്ത് വരുന്നതോടെ ഞാൻ ഒഴിപ്പിക്കുന്നുണ്ടത്. അതിനെ ഒഴിപ്പിക്കുന്ന രീതിയും വളരെ സാത്വികമായ രീതിയിലുള്ളതാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഇതുപോലുള്ള കന്യാചാവ്, ബാലചാവ്, ഗർഭാവസ്ഥയിലോ ജനിച്ച് 10 വയസ്സിന് ശേഷം മരണപ്പെട്ടു പോകുന്നതാണ് ഈ കന്യാചാവ്, ബാലചാവ് എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ളതിനൊന്നും പന്തം കത്തിച്ച് ദീർഘ മന്ത്രവാദികളുടെ മുമ്പേ കൊണ്ടിട്ട് ഈ പ്രായത്തിനെ അടിച്ചു പിടിക്കും പോലൊന്നും അങ്ങനെയൊന്നും ചെയ്യരുത്. അതൊക്കെ ഒരുപാട് നമുക്ക് ദോഷത്തിലേക്ക് വരും. അവരെ അമ്മയുടെ, യക്ഷിയമ്മയുടെ പാദങ്ങളിൽ നമ്മൾ ശുദ്ധി ചെയ്ത് അമ്മയുടെ പാദങ്ങളിലേക്ക് സമർപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കർമ്മങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്താലും 101 അല്ല 150% ആ ദോഷങ്ങൾ നമുക്ക് മാറിക്കിട്ടും. ചെറിയ ദോഷങ്ങൾ വരാറുണ്ട്. ഞാൻ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാതാപിതാക്കൾക്ക് വരാറുണ്ട്. ആ ഗർഭപാത്രത്തിൽ ജനിക്കുന്ന അടുത്ത ശേഷം വരുന്ന കുട്ടികൾക്ക് വരാറുണ്ട്. ആ വീട്ടിൽ തന്നെ പിന്നീട് കൊച്ചുകുട്ടികൾ വന്ന് അവർക്കും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയുള്ള ചെറിയ ആത്മാക്കളെ കൊണ്ട് ഉണ്ടാകാറുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റുന്നതും വളരെ പെട്ടെന്ന് മാറ്റിക്കളയാൻ പറ്റുന്നതുമാണ്. ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചുള്ളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ അല്ലെങ്കിൽ ശത്രുദോഷങ്ങൾ, സർപ്പദോഷങ്ങൾ, കൂടപത്രം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭൂമിയിൽ നേരിട്ട് വന്നാൽ മാത്രമേ അതിനെ പൂർണ്ണമായും കണ്ടുപിടിച്ച് പരിഹരിക്കാൻ പറ്റുള്ളൂ.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് നേരിട്ട് വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും പറഞ്ഞു തരാം. നിങ്ങൾക്ക് ജ്യോതിഷം ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് വന്നാലും അറിയാൻ സാധിക്കും. അതിന് നിങ്ങൾ തിരുവനന്തപുരത്താണ് വരേണ്ടത്. അവിടെ വരുന്നവരും അങ്ങനെ വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിക്കാം. വിളിച്ചിട്ട് എടുത്തില്ല എന്ന് ഒരുപാട് പേര് പരാതി പറയുന്നുണ്ട്. ഒരുപാട് തിരക്കുള്ളതുകൊണ്ടാണ്. പക്ഷേ വിളിച്ച് നിങ്ങൾ മിസ് കോൾ ഇട്ടാലും മതി. ഒരു 1-2 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ അതിലേക്ക് തിരിച്ചു വിളിക്കും. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമേ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.